സർ. കൊഴുപ്പും കൊളസ്ട്രോളും അതുവരെ ഓക്കെ ആര്യ, നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ പ്രസന്റ് ചെയ്യാണ്. ജസ്റ്റ് നോക്കിക്കോളൂ. നിങ്ങൾ പ്രസന്റേഷൻ കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, നമ്മൾ വൈറ്റമിൻസ് ആണ് തുടങ്ങിയത്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് സ്ഥൂല പോഷകങ്ങൾ, സൂക്ഷ്മ പോഷകങ്ങൾ, അല്ലെ, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടെന്ന് പറഞ്ഞു. സ്ഥൂല പോഷകങ്ങൾ എന്ന് പറയുന്നതിനകത്ത് മാംസ്യം, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, അല്ലെങ്കിൽ മാംസ്യം, ധാന്യകം, കൊഴുപ്പ്, അല്ലെങ്കിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇത് മൂന്നുമാണ് സ്ഥൂല പോഷകങ്ങളെന്നും സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറയുന്നത് ജീവകങ്ങളും ധാതുക്കളുമാണ് എന്ത് സൂക്ഷ്മ പോഷകങ്ങളും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് നമ്മൾ ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്തു. ഇത് നിങ്ങൾ പ്രത്യേകമായിട്ടും പഠിക്കുക. കാരണം പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഹൈലൈറ്റഡ് ആണ്. അപ്പൊ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന വാതകമാണ്, പുറത്തേക്ക് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെ, 23 പോയിന്റ്സ് നമ്മൾ ഈ ഒരു പിക്ചർ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ pH മൂല്യത്തിന്റെ കാര്യം പറഞ്ഞു. pH പേപ്പർ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈക്കൻസ്, നമ്മുടെ കളർ മഴ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നതാണ്, അല്ലെ. കളർ മഴയ്ക്ക് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈക്കൻസ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നു. ദെൻ അതുപോലെ തന്നെ ഇതാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ദെൻ കൽപ്പായലുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനകത്ത് പിന്നെ നമ്മൾ മണ്ണിലെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത് അസറ്റോബാക്ടറും നൈട്രോബാക്ടറുമാണ് നമ്മുടെ SCERT-ക്കകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. റൈസോബിയം എന്ന് പറയുന്ന ലെഗൂമിനസ് പ്ലാന്റിനകത്താണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പല്ലിനെ കുറിച്ച് പഠിച്ചു. പല്ല് 4 തരത്തിലുണ്ട്: ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, അതുപോലെ തന്നെ ചർവണകം എന്ന് പറയുന്ന 4 തരത്തിലുള്ള പല്ലുകളുണ്ടെന്നും. അപ്പോ നമുക്ക് അതിനകത്ത് 32 പല്ലുകൾ, അല്ലെ, 32 പല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് 20 പല്ലുകൾ, അല്ലെങ്കിൽ അതിന് പെർമനന്റ് ടീത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ടെമ്പററി ആണ്. പാൽപ്പല്ലുകൾ എന്ന് നമ്മൾ പറയുന്നു, 20 പല്ലുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനകത്ത് ഉളിപ്പല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അത് 8 എണ്ണം ഉണ്ട്. കോമ്പല്ല്, ഉളിപ്പല്ലുകൾക്ക് സമീപം 4 പല്ലുകൾ, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനായിട്ട് ഉപയോഗിക്കുന്നു. അഗ്രചർവണകം 8 പല്ലുകൾ, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ചർവണകവും, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ അത് 12 പല്ലുകളാണ് ചർവണകത്തിനകത്ത് ഉള്ളത്. നമ്മുടെ വിസ്ഡം ടീത്തൊക്കെ വരുന്നത് ചർവണകത്തിനകത്താണ് എന്നൊക്കെ നമ്മൾ അന്നത്തെ ദിവസം പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ: ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ, എക്സ്ക്രീഷൻ, ആഹാര സ്വീകരണം, അതുപോലെ തന്നെ ദഹനം, ആഗിരണം, അതുപോലെ സ്വാംശീകരണം, പിന്നെ വിസർജനം എന്ന് പറയുന്ന ഈ പ്രക്രിയയിൽ കൂടെയാണ് പോഷണ പ്രക്രിയ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ധാന്യകത്തിലേക്ക് വന്നു. അതിനകത്ത് നമ്മൾ ഒരുപാട് പോയിന്റ് ആ ഒരൊറ്റ സെന്റൻസ്, ഒരു ഒറ്റ ബോക്സിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയഡിൻ ടെസ്റ്റ്, അതുപോലെ തന്നെ എന്താണ്, പ്രോട്ടീനിലേക്ക് വന്നു. ദെൻ മരാസ്മസ്, അല്ലെ, കോശിയോർക്കറും മരാസ്മസും പ്രോട്ടീന്റെ അഭാവത്തിൽ വരുന്ന അസുഖങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കൊഴുപ്പിലേക്ക് വന്നു. അധികമായാൽ കൊഴുപ്പും പ്രശ്നം തന്നെയാണ്. കൊളസ്ട്രോൾ അപ് ടു 200 mg/dL ആണ് അതിന്റെ നോർമൽ റേഞ്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ധാതു ലവണങ്ങളിലേക്ക് വന്നു. നമ്മൾ ഈ ധാതു ലവണങ്ങളും പറഞ്ഞു നിർത്തി എന്നാണ് എന്റെ വിശ്വാസം. ധാതു ലവണങ്ങൾ, ഇരുമ്പ്, ഓരോന്നിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം, അല്ലെ ആര്യ? കറക്റ്റ് അല്ലേ? ജലത്തിന്റെ കാര്യവും നാരുകളുടെ കാര്യവും പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി നമുക്ക് വരേണ്ടത് സമീകൃത ആഹാരം എന്ന് പറയാം, അല്ലെ, ബാലൻസ് ഡയറ്റ് എന്ന് പറയും. ബാലൻസ്ഡ് ഡയറ്റ് ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ സൈഡിൽ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഏതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എണ്ണയ്ക്കും നെയ്ക്കും വലിയ പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല.
പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതലായിട്ടും എന്താണ് നമ്മൾ ചെയ്യുന്നതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്താണ് സമീകൃത ആഹാരം എന്ന് മനസ്സിലാക്കി വെക്കാം, ആ ഒരു സെന്റൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ജീവകങ്ങളിലേക്കാണ്, അല്ലെ? ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിന്റെ ആദ്യത്തെ പോയിന്റ് തന്നെ നോക്കിക്കേ. ജീവകങ്ങൾ എന്ന് പറയുന്നത് കാർബണിക സംയുക്തങ്ങളാണ്. എന്താ പറഞ്ഞത്? കാർബണിക സംയുക്തങ്ങളാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു സെന്റൻസ് വായിച്ചു നോക്കൂ. ഊർജ ഉൽപാദനമില്ലാതെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എന്നാൽ വളരെ ചെറിയ തോതിൽ വേണ്ട പോഷക ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജീവകങ്ങൾ എന്ന് വിളിക്കുക. കാരണം നമ്മൾ സൂക്ഷ്മ പോഷകങ്ങളിനകത്താണ് ധാതു ലവണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ജീവകങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്ന? ഊർജ ഉൽപാദനമല്ലാതെ. കാരണം ഊർജ ഉൽപാദനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാന്യകം ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവമാണ്, അല്ലെ? ശരീരത്തിന് വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന മെയിൻ റോള് കളിക്കുന്നത് ആരാണ്? ധാന്യകമാണ്. ധാന്യകത്തിന്റെ അഭാവത്തിലാണ് ആര് കളിക്കുന്നത്? പ്രോട്ടീൻ കളിക്കുന്നത്. ആ വാക്കുകൾ അങ്ങനെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊഴുപ്പ് ധാന്യകത്തെ പോലെ എന്നാ പറയുന്നത്. എന്നാൽ മെയിൻ ആയിട്ടുള്ള റോള് എന്ന് പറയുന്നത് ധാന്യകത്തിന് തന്നെയാണ്, അല്ലെ? അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവകങ്ങൾക്ക് എന്തില്ല? ഊർജ ഉൽപാദനം അല്ല. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എന്നാൽ വളരെ ചെറിയ തോതിൽ വേണ്ട പോഷക ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജീവകങ്ങൾ എന്ന് വിളിക്കാം. ഇവയുടെ കുറവ് പ്രത്യേക അസുഖങ്ങൾക്ക് കാരണമാകും. നമുക്ക് കൃത്യമായിട്ടും അറിയാം, സ്കർവി, ബെറിബെറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? റിക്കറ്റ്സ്, അല്ലെ? റിക്കറ്റ്സ് അല്ലെങ്കിൽ അത് മുതിർന്നവരിലേക്ക് വരുമ്പോൾ ഓസ്റ്റിയോമലേഷ്യ, സിറോഫ്താൽമിയ, അല്ലെ? അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ വേണ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ വേണ്ടപ്പെട്ടതാണ്, എന്നാൽ ചെറിയ തോതിൽ മതി. അതുകൊണ്ട് അതിനെ സൂക്ഷ്മ പോഷകങ്ങളിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ. ഇനി നമുക്കറിയാം ഈ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് എന്ന് പറയുന്ന പദം നാമകരണം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ കശ്മീർ ഫംഗാണ്. ആരാണ്? കശ്മീർ ഫംഗാണ് ഇത് നാമകരണം ചെയ്തത്. 1912 അദ്ദേഹം എന്ത് പറഞ്ഞു? വൈറ്റമിൻ എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം പറഞ്ഞ വൈറ്റമിൻസിന്റെ സ്പെല്ലിങ് VITAMINE. അപ്പൊ നമ്മളത് വൈറ്റമിൻസ്, അല്ലെ? വിറ്റാമിൻ, വൈറ്റമിൻ എന്നൊക്കെ നമുക്ക് പറയാം. 1912 കശ്മീർ ഫംഗാണ് ഇതിന് വൈറ്റമിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിറ്റാമിൻസ് എന്ന് പറയുന്ന പേര് നൽകിയത് എന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിനെ തന്നെയാണ് വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഏതിനെയാണ്? വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് കശ്മീർ ഫംഗിനെയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ലൈഡ് വന്നതിന് ശേഷമാണ് പല റാങ്ക് ഫയലിലും ഒരു കാര്യം ഉൾപ്പെടുത്തിയത് എന്ന് ഓർത്തു വെക്കാം. ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. അത് ഞാൻ സന്തോഷത്തോടെ പറയും കേട്ടോ. അതിനു മുമ്പൊന്നും റാങ്ക് ഫയലിലൊന്നും ഇല്ലായിരുന്നു ഈ സാധനം. ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ്, ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നു. വിറ്റാമിനെ കുറിച്ചുള്ള പഠനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ഒരു വ്യക്തിയാണ് ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ്. ഓക്കെ, ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ്. പക്ഷേ വിറ്റാമിനുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? കശ്മീർ ഫംഗ് തന്നെയാണ് കേട്ടോ. കശ്മീർ ഫംഗ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം പാറ്റന്റ് ഒന്നും എടുത്തു വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയും കൂടെ വരുന്നു, അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടുന്നു. ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് എന്തായാലും വിറ്റാമിൻ കണ്ടുപിടിച്ചു വെച്ചിട്ടാണ് അതിനകത്ത് കൂടുതലായിട്ട് പഠനം നടത്തിയത് എന്ന് ഓർത്തു വെക്കുക. അപ്പോ അതിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കാണ്? ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസിന് കേട്ടോ. അപ്പോ നമുക്ക് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പേരെന്താ? കശ്മീർ ഫംഗ്. ഓക്കെ, കശ്മീർ ഫംഗ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്ന പേര് നാമകരണം ചെയ്തത്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കശ്മീർ ഫംഗ് തന്നെയാണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വിറ്റാമിനുകൾ നമുക്ക് 2 തരത്തിൽ തിരിക്കാം, അല്ലെ? 2 തരത്തിൽ തിരിക്കാം എന്ന് പറയുമ്പോൾ ഫാറ്റ് സോലുബിൾ, കൊഴുപ്പിൽ ലയിക്കുന്നത്, അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ, ജലത്തിൽ ലയിക്കുന്നത്. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ഏതിനെ വിളിക്കാം? നമ്മുടെ ഈ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസിനെ വിളിക്കാം എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫാറ്റ് സോലുബിൾ എന്ന് പറയുമ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നത്. നമ്മൾ കൊഴുപ്പിനെ കുറിച്ച് പഠിച്ചപ്പോഴും അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ചില
വിറ്റാമിനുകൾ, ചില ജീവകങ്ങൾ ഏതിലേ ലയിക്കത്തുള്ളൂ? കൊഴുപ്പിലേ ലയിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ജീവകങ്ങളും കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് ഉണ്ടായിരിക്കണം. അധികമായാലാണ് അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ കൊഴുപ്പ് പ്രശ്നമായിട്ട് മാറുന്നത്, അല്ലെ? അല്ലെങ്കിൽ കൊഴുപ്പ് എന്ത് വേണം? അത്യാവശ്യത്തിന് വേണം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഫാറ്റ് സോലുബിൾ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേടാണ്, ശരീരത്തിന് കേടാണെന്ന് പറയാറുണ്ട്, അല്ലെ? അത് തന്നെയല്ല ഈ എഴുതിയിരിക്കുന്ന അഡക്, ADEK, ഈ 4 എന്തെന്ന് പറയുന്നത്? ഫാറ്റ് സോലുബിൾ എന്ന് പറയുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നത് ഇത് 4 എന്ന് ഓർത്തു വെക്കുക. ADEK. അപ്പൊ ഈ 4 അതിനെ തിരിച്ചു വായിച്ചാൽ കേടാന്ന് കാണും, അല്ലെ? KEDA, കേട. അപ്പൊ അതാണ് അങ്ങനെ ഒരു കോഡ് നമ്മൾ പറഞ്ഞു പഠിച്ചത്. ഫാറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന് കേടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ സോലുബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജലത്തിൽ ലയിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്നതിന് നമ്മളൊരു കോഡ് പഠിച്ചു വെച്ചിരുന്നു, WBC, അല്ലെ? വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. ഓക്കെ, അതിനകത്ത് B-യും C-യും. അപ്പോ നമുക്ക് പഠിക്കേണ്ടത് ഓർത്തു വെക്കുക, നമുക്ക് മൊത്തത്തിൽ 13 വൈറ്റമിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ADEK, അതിനകത്ത് എത്രണ്ണമാണ്? 4, അല്ലെ? ADEK, ഇത് ഓരോന്ന് വിധമേ ഉള്ളൂ. B എന്ന് പറയുന്നത് B കോംപ്ലക്സ് എന്നാ പറയുന്നത്, അത് എത്ര എണ്ണം? 8 എണ്ണം ഉണ്ട്, അല്ലെ? അത് 8 എണ്ണം. C എന്ന് പറയുന്നത് 1 എണ്ണമാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 4, 5, 5, 8, 13 വൈറ്റമിൻസ് ആണ് നിങ്ങൾക്ക് PSCക്കകത്ത് പഠിക്കാനുള്ളത്, കേട്ടോ. ഓക്കെ, അപ്പൊ ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. കേഡ എന്ന് പറയുന്ന ഫാറ്റ് സോലുബിളും BC എന്ന് പറയുന്ന വാട്ടർ സോലുബിളും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് നെയിംസ് ആണ്, അല്ലെ? സയന്റിഫിക് നെയിംസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ A അറിയപ്പെടുന്നത് എന്താണ്? റെറ്റിനോൾ എന്നറിയപ്പെടുന്നു, അല്ലെ? റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തയമിൻ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ C എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ D എന്ന് പറയുന്നത് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ E എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. വൈറ്റമിൻ K എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ. ഇതാണ് സയന്റിഫിക് നെയിംസ് എന്ന് പറയുന്നത്. പലപ്പോഴും 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിക്കാനായിട്ട് ചെറിയൊരു പടമൊക്കെ ഞാൻ എന്റെ പിള്ളേർക്ക് വരച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് വരയ്ക്കാൻ ഒരു മാർഗവും ഇല്ല, പെട്ടെന്ന് ചാടി കയറിയത് കൊണ്ട് റൈറ്റിംഗ് പാഡ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. നമുക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാം. എന്റെ ചെറുക്കനെ കാണാൻ നിങ്ങൾക്ക് യോഗമില്ല എന്ന് പ്രതീക്ഷിച്ചാൽ മതി. സെറീനയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ സെറീന? നമ്മുടെ പോപ്പിക്കുട്ടൻ. അതെ തന്നെ, പോപ്പിക്കുട്ടൻ. ഇവർക്ക് കാണാൻ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ ഇനിയിപ്പോ ഈ മൗസ് വെച്ച് വരച്ചു കഴിഞ്ഞാൽ അത് കൃത്യമാവത്തുമില്ല. എന്തായാലും നമുക്ക് നല്ല മാന്യനായ ഒരു ചെറുക്കനെ കണ്ടു പഠിക്കാം, കേട്ടോ. അപ്പൊ ഇതാണ് ആ പയ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ABCDEK, അല്ലെ? ABCDE. അപ്പൊ ഇത് എല്ലാം ഒരേ പാറ്റേണിൽ വരുന്നതാണ്. നമ്മളെല്ലാം ഒരു സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. K വന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വരച്ചു പഠിപ്പിക്കാനൊന്നുമല്ല, ധൈര്യമായിട്ടൊന്ന് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ആദ്യം ഈ ചെറുക്കന്റെ കണ്ണിലാണ് വരയ്ക്കുന്നത്, അല്ലെ? കണ്ണിലിട്ട് ഒരു കുത്തു കൊടുത്തു എന്ന് വെച്ചാൽ മതി, കേട്ടോ. ആദ്യത്തെ A എന്ന് പറയുന്നത് കണ്ണിലാണ്. രണ്ടാമത്തെ അവന്റെ കഴുത്തിന് പിടിച്ചു, അത് B ആണ് എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത് B എന്ന് പറയുന്നതാണ് നമ്മൾ രണ്ടാമത്തത്, അല്ലെ? C എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്, നമ്മൾ അവന്റെ വയറ്റിനിടിച്ചു എന്ന് ഓർത്തു വെക്കുക. D എന്ന് പറയുന്നത് അവന്റെ തൊടയില്, അല്ലെ? തൊടയില് നമ്മൾ ചവിട്ടി എന്ന് ഓർത്തു വെക്കുക. നമ്മൾ E എന്ന് പറയുന്നത് അവന്റെ ടോയില്. ഓക്കെ, അവന്റെ ടോയില് നമ്മൾ വീണ്ടും ഒരു ചവിട്ട് കൊടുത്തു എന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ ആദ്യം നമ്മൾ കണ്ണി കുത്തി, രണ്ടാമത് കഴുത്തിൽ പിടിച്ചു, മൂന്നാമത് വയറ്റിൽ കുത്തി, നാലാമത് തൊടയിൽ ചവിട്ടി, E എന്ന് പറയുന്നത് അഞ്ചാമത് എവിടെ ചവിട്ടി? ടോയില്, അല്ലെ? നമ്മുടെ പെരുവിരലില് ചവിട്ടി എന്ന് ഓർത്തു വെക്കുക. ഇതിപ്പം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ പേരൊക്കെ മനസ്സിലായി കാണും. A എന്ന് പറയുന്നത് കണ്ണിലാണ്, അല്ലെ? കണ്ണില് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം ഓർത്തു വെക്കുക, റെറ്റിനോൾ. എന്തായാലും നമുക്ക് ഓപ്ഷൻ കാണില്ലേ? റെറ്റിനോൾ. അപ്പൊ കണ്ണിലാണ് ആദ്യത്തെ സംഭവം. അപ്പൊ റെറ്റിനോൾ ഒന്ന് ഓർത്തു വെച്ചേ. ആദ്യത്തെ സയന്റിഫിക് നെയിം പെട്ടെന്ന് അങ്ങ് പഠിച്ചു, റെറ്റിനോൾ എന്ന് പഠിച്ചു, അല്ലെ? രണ്ടാമത്തത് B ആണ്, നമ്മൾ കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത്. കഴുത്തിൽ തൈറോയിഡ്, അല്ലെ? തൈറോയിഡ് ആയിട്ട് കണക്റ്റഡ്. അപ്പൊ തയമിൻ. ഓക്കെ, B എന്ന് പറയുന്നത് തയമിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, തയമിൻ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ,
അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക, ഇത് റെറ്റിനോൾ ആണ് എന്ന് ഓർത്തു വെക്കുക. റെറ്റിനോൾ. അപ്പൊ ഇത് നിങ്ങൾ എഴുതി വെക്കുക, റെറ്റിനോൾ. ദെൻ അടുത്തത് ഏതാ പറഞ്ഞത്? തയമിൻ ആണെന്ന് ഓർത്തു വെക്കുക. തയമിൻ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, തൈറോയ്ഡ് തയമിൻ എന്നുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ വയറിലാണ് ഒരെണ്ണം കുത്തിയത് അല്ലെ. വയർ എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചോണം അസിഡിറ്റി കേട്ടോ. അസിഡിറ്റിയുടെ കാര്യം ഓർത്ത് വെക്കണം. എപ്പോഴും അസിഡിറ്റി വരുന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. വയറില് എന്ന് പറയുമ്പോൾ ആസിഡിലെ പേരിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ, അസ്കോർബിക് ആസിഡ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് ആണ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അസ്കോർബിക് ആസിഡ് എന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത നമ്മൾ ഏതാണ്? തൊടയിലാണ് അല്ലെ. തൊടയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എല്ലുണ്ടല്ലോ. ഈ തൊടയെല്ല് എന്ന് പറയുന്നത് ഏറ്റവും വലിയ എല്ല് അല്ലെ. അതിന്റെ പേരെന്താ? ഏറ്റവും വലിയ എല്ലിന്റെ പേരെന്താ? പറഞ്ഞോ, എന്താണ്? ഫീമർ. ഫീമർ. ഏറ്റവും ചെറിയ എല്ലോ? സ്റ്റേപ്പിസ്. വെരി ഗുഡ്. സ്റ്റേപ്പിസ് എവിടെ കാണുന്നത്? ചെവിയില്. ചെവിയിൽ. എന്തുകൂടെ ചിരിച്ചത്? മോളാ പറഞ്ഞ ചെവിയില്. അതാണ്, അത് അമ്മയോ പറയുന്നില്ല, അപ്പം പിന്നെ മോളെങ്കിലും പറയണ്ടേ. അതാണ് കണ്ടുപഠിക്കുക. അപ്പൊ എന്താണ്? ഫീമർ എന്ന് പറയുന്നത് തൊടയെല്ലാണ് അല്ലെ. തൊടയെല്ലാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ തൊടയെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാൽഷ്യം അല്ലെ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ കാൽഷ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? കാൽസിഫെറോൾ. ഓക്കെ, കാൽസിഫെറോൾ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കാൽസിഫെറോൾ. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ്? ടോയിൽ ചവിട്ടി എന്നാ പറഞ്ഞു അല്ലെ. അവന്റെ ടോയിൽ ചവിട്ടി എന്നാ പറഞ്ഞു. അപ്പൊ ഈ ടോ എന്ന് പറയുമ്പോൾ ഈ ആണ് ടോക്കോഫെറോൾ. ഓർത്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ടോ എന്ന് പറയുന്നത്. ടോക്കോഫെറോൾ എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ടോക്കോഫെറോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ കണ്ണില് റെറ്റിനോൾ, കഴുത്തില് തയമിൻ, ദെൻ വയറ്റില് അസ്കോർബിക് ആസിഡ്, ദെൻ അടുത്തത് എന്താണ്? തൊടയെല്ല് എന്ന് പറയുന്നത് കാൽസിഫെറോൾ, ദെൻ അതുപോലെ തന്നെ ടോക്കോഫെറോൾ. അതെന്താ? വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഇപ്പുറത്തെ കയ്യില് ഒരു സംഭവം ഇരിപ്പുണ്ട് അല്ലെ. നമ്മള് കാണ്ഡത്തില് ഇലയെ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന ഒരു പേരുണ്ട്. നിങ്ങൾ ഇതെല്ലാം SCRT ഇതിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. കാണ്ഡത്തില് അല്ലെങ്കിൽ എന്താണ് തണ്ടില് ഇലകൾ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നറിയോ? എന്താണ്? ഇലയും പിടിച്ചുകൊണ്ട് ആ ചെറുക്കൻ നിൽക്കുന്നത് അല്ലെ. ഫില്ലോ ടാക്സി കേട്ടോ. ഫില്ലോ ടാക്സി ഒറ്റ വേർഡാണേ, മൗസ് വെച്ച് എഴുതുന്നോണ്ടാണ്. ഓക്കെ, ഫില്ലോ ടാക്സി എന്ന് പറയും കേട്ടോ. ഫില്ലോ ടാക്സി എന്ന് പറയും. അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഫില്ലോ ടാക്സികളുണ്ട്. ഓൾട്ടർനേറ്റും ഓപ്പോസിറ്റും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്തായാലും ഫില്ലോ ടാക്സി എന്ന് പറയും. ഫില്ലോ ടാക്സി എന്ന് പറയും. അപ്പൊ ഈ ഫില്ലോ ടാക്സി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ഈ ഇല ഓർമ്മ വരണം. ഫില്ലോ ടാക്സി എന്ന് പറയുമ്പോൾ ഫില്ലോക്കിനോൺ. ഓക്കെ, കേക്ക് പറയുന്ന പേരെന്താണ്? ഫില്ലോക്കിനോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫില്ലോക്കിനോൺ. ഓക്കെ അല്ലെ. ഓക്കെ, ഫില്ലോക്കിനോൺ. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടി. അപ്പൊ എന്താണ്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ, വൈറ്റമിൻ ബി എന്ന് പറയുന്നത് തയമിൻ, വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ, ദെൻ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്കിനോൺ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈ സയന്റിഫിക് നെയിം ആണ് നിങ്ങൾക്ക് 1 മാർക്ക് നേടിത്തരാൻ പോകുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്. നിങ്ങൾ റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ആദ്യമായിട്ട് ആര്യോട് തന്നെ ചോദിക്കാം. ആര്യ, വൈറ്റമിൻ ഇയുടെ പേര് ടോക്കോഫെറോൾ. വെരി ഗുഡ്. വൈറ്റമിൻ കെ? ഫില്ലോക്കിനോൺ. ഓക്കെ, ഫില്ലോക്കിനോൺ. വെരി ഗുഡ്. കൃഷ്ണേന്ദു? വൈറ്റമിൻ സി? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. അശ്വതി അരുൺ? വൈറ്റമിൻ എ? റെറ്റിനോൾ. റെറ്റിനോൾ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം എല്ലാ പേരുകളും കിട്ടിയല്ലോ. എല്ലാ പേരുകളും ഓക്കെ ആണല്ലോ. ഇനി അത് മറന്നു പോകരുത്. 1 മാർക്ക് നമുക്ക് നേടിത്തരുന്ന ഒരു ഏരിയയാണ് ഈ സയന്റിഫിക് നെയിംസ് എന്ന് പറയുന്നത്. വൈറ്റമിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതിൽ നിങ്ങൾക്ക് കാണാം വൈറ്റമിൻ B1 അല്ലെങ്കിൽ വൈറ്റമിൻ ബി എന്ന് പറയുന്നതും ഒരു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, തയാമിൻ. ഓക്കെ, തയാമിൻ എന്നാണ്
അത് അറിയപ്പെടുന്നത്. ബി ആണെങ്കിലും ശരി, B1 ആണെങ്കിലും ശരി, ബിയെ തന്നെയാണ് നമ്മൾ B1 എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓർത്തു വെക്കാം, ബി ആണെങ്കിലും B1 ആണെങ്കിലും അതിന്റെ പേര് തയാമിൻ ആണ് എന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് അറിയേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബിയുടെ കോംപ്ലക്സ് ആണ് അല്ലെ. നമ്മൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു അതിനകത്ത് 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് 8 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, 8 എണ്ണം എന്ന് പറയുമ്പോൾ B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, പക്ഷെ ഏതില്ല? B4 ഇല്ല, B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്, B8 ഇല്ല, B9, then 10ഉം 11ഉം ഇല്ല, 12 ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഓർക്കേണ്ടത് 4ഉം 8ഉം 9ഉം 10ഉം ഇല്ല. ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുക? വൈറ്റമിൻ ബിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അപ്പൊ ഇതിനകത്ത് ഓർക്കേണ്ടത്, നമ്മൾ ആദ്യത്തത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. B1 എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമ്മൾ പഠിച്ചു? B1 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു തയാമിൻ ആണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നതും B1 എന്ന് പറയുന്നതും ഒരേ പേരിൽ നമ്മൾ പഠിച്ചു, തയാമിൻ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ എന്ന് പറയാം. എന്താണ്? റൈബോഫ്ലാവിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ എന്നും പറയാം. എന്താണ്? ലാക്ടോഫ്ലാവിൻ കേട്ടോ, LACTO. വലിയ കഷ്ടമായി പോയല്ലോ. ലാക്ടോഫ്ലാവിൻ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? B2 തന്നെയാണ് കേട്ടോ, B2 തന്നെയാണ് എന്ന് ഓർത്തു വെക്കുക. ലാക്ടോഫ്ലാവിൻ, റൈബോഫ്ലാവിൻ തന്നെയാണ്. ലാക്ടോഫ്ലാവിൻ എന്ന് പറയുന്നത് B2 എന്ന് പറയുന്നത്. ഇനി അടുത്ത B3 എന്ന് പറയുന്നത് എന്താണ്? നിയാസിൻ എന്ന് പറയും കേട്ടോ. നിയാസിൻ എന്ന് പറയുന്നത് B3 ആണ്. B3 ആണ് നിയാസിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ 3 എണ്ണം ഇപ്പൊ തന്നെ പഠിക്കുന്നു. B1 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? തയാമിൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. B1 എന്ന് പറയുന്നത് തയാമിൻ ആണ്. B2 എന്ന് പറയുന്നത് എന്താ? റൈബോഫ്ലാവിൻ ആണ്. റൈബോഫ്ലാവിൻ ആണ്. B3 എന്ന് പറയുന്നത് നിയാസിൻ ആണ്. B3 നിയാസിൻ ആണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏത്? B5 എന്ന് പറയുന്നത്. അതെന്താണ്? പാന്തോത്തനിക് ആസിഡ്. പാന്തോത്തനിക് ആസിഡ് അല്ലെ. പാന്തോത്തനിക് ആസിഡ് എന്ന് പറയുമ്പോൾ 5 എന്നൊക്കെ ഉള്ളത് ഒന്ന് ഓർത്താൽ മതി. പാന്തോത്തനിക് ആസിഡ്. ഓക്കെ, പാന്തോത്തനിക് ആസിഡ്. ഓക്കെ, പാന്തോത്തനിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ വെക്കുന്നില്ലേ, അതിനെ നമ്മൾ ഇങ്ങനെ പിരിച്ചു പിടിക്കും. ഓക്കെ, B6 പിറിഡോക്സിൻ ഓർത്തു വെക്കാനായിട്ട് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പാന്തോത്തനിക് ആസിഡ് ഓർമ്മ വന്നല്ലോ, കൈ പാന്തോത്തനിക് ആസിഡ് 5 എന്ന് ഓർമ്മ വന്നല്ലോ. അപ്പൊ ഇനി അതിനെ പിരിച്ചു പിടിക്കുമ്പോൾ പിറിഡോക്സിൻ B6. ഓക്കെ, B6. അടുത്തത് എന്താണ്? B6. ഓക്കെ, ക്ലിയർ ആയാലും അപ്പൊ 2 എണ്ണം പഠിച്ചു. B5 എന്ന് പറയുന്നത് പാന്തോത്തനിക് ആസിഡ് ആണ്, B6 പിറിഡോക്സിൻ ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് B7 ആണ്. B7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുക അല്ലെ, അല്ലെങ്കിൽ ജീവകം H എന്നറിയപ്പെട്ടിരുന്നത്. ജീവകം H എന്നറിയപ്പെട്ടിരുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബയോട്ടിൻ ആണ്. ഓക്കെ, അത് ബയോട്ടിൻ ആണ്. B7 അറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ബയോട്ടിൻ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇവിടെ H എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഇവിടെ കിടപ്പുണ്ട് അല്ലെ, 7 എന്ന് പറയുന്ന ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ B7 എന്ന് പറയുന്നത് ബയോട്ടിൻ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. B7 ആണ് ബയോട്ടിൻ എന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് B9 ആണ് അല്ലെ. B9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രഗ്നൻസി പീരീഡിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ വൈറ്റമിൻ M എന്ന് നമ്മൾ പറയാറുള്ളതാണ് ഈ B9 എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. വൈറ്റമിൻ M എന്ന് പറയുന്നത് മദർ വൈറ്റമിൻ എന്നൊക്കെ പറയുന്നതാണ് ഏത്? ഫോളിക് ആസിഡ്, അല്ലെങ്കിൽ ഈ B9 എന്ന് പറയുന്നത് കേട്ടോ. ഇനി B12 എന്ന് പറയുന്നത് കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ്. ദാറ്റ് ഈസ് കൊബാലമൈൻ. ഓക്കെ, കൊബാലമൈൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ B12 ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, കൊബാലമൈൻ എന്നറിയപ്പെടുന്നത് B12 ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ B1 എന്ന് പറയുന്ന തൈമിൻ, B2 എന്ന് പറയുന്ന റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ, B3 എന്ന് പറയുന്നത് നിയാസിൻ, B5 എന്ന് പറയുന്നത് പാന്തോത്തനിക് ആസിഡ്, B6 എന്ന് പറയുന്നത് പിറിഡോക്സിൻ, B7 എന്ന് പറയുന്നത് ബയോട്ടിൻ, B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ്, B12 എന്ന് പറയുന്നത് കൊബാലമൈൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? എന്നാൽ അടുത്ത സ്ലൈഡിലേക്ക് പോകാം.
ഓക്കെ, ശരി. ഞാൻ നിങ്ങളോട് പറഞ്ഞു കുറച്ച് അഡീഷണൽ വൈറ്റമിൻസ് നമുക്ക് പഠിക്കാം. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ്? അതായത് ഗ്രൗണ്ടിങ് വൈറ്റമിൻ എന്നാണ് അത് അറിയപ്പെടുക. അത് ഏതാണ് അറിയുന്നത്? B2-നെയാണ് ഗ്രൗണ്ടിങ് വൈറ്റമിൻ അറിയപ്പെടുന്നത്. ഏതാണ്? B2 ആണ് കേട്ടോ. B2-നെയാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് എർത്തിങ് വൈറ്റമിൻ എന്നോ, ഞാൻ നേരത്തെ പറഞ്ഞ പേര് ഓർമ്മയുണ്ടല്ലോ, ലാക്ടോഫ്ലാവിൻ എന്നോ റൈബോഫ്ലാവിൻ എന്നോ ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? B2 ആണ്. അപ്പൊ വൈറ്റമിൻ ജി എന്ന് പറയുന്നത് ഏതിന്റെ പേരാണ്? B2-ന്റെ പേര്, അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിന്റെ പേര്, അല്ലെങ്കിൽ റൈബോഫ്ലാവിന്റെ പേര്. അപ്പൊ എന്താ ജി എന്നുള്ളത് മനസ്സിലായാലും ഗ്രൗണ്ടിങ് വൈറ്റമിൻ എന്നാണ് അത് പറയുക. അടുത്തത് വൈറ്റമിൻ പി. വൈറ്റമിൻ പി എന്ന് പറയുമ്പോ പെല്ലഗ്ര, പ്രിവെന്റ് പെല്ലഗ്ര എന്നാണ് ഇത് പറയുന്നത്. പ്രിവെന്റ് പെല്ലഗ്ര. അപ്പൊ പെല്ലഗ്ര വരുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ചർമ്മരോഗം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഏത് വൈറ്റമിന്റെ കുറവ് കൊണ്ടാ പെല്ലഗ്ര വരുന്നേ? ഒന്ന് പറഞ്ഞേ, അറിയോ? ഏത് വൈറ്റമിന്റെ കുറവാ? B3. വെരി ഗുഡ്, വെരി ഗുഡ്. B3 ആണ് അല്ലെ. B3 ആണ് എന്തെന്ന് പറയപ്പെടുന്നത്? പ്രിവെന്റ് പെല്ലഗ്ര വൈറ്റമിൻ, ദാറ്റ് ഈസ് പ്രിവെന്റ് പെല്ലഗ്ര. അതിനകത്തുള്ള ആ 2 P ആണ് കേട്ടോ. പ്രിവെൻസ് പെല്ലഗ്ര എന്ന് പറയുന്ന 2 P ആണ് എന്തായിട്ട് അത് കണക്കാക്കുന്ന? വൈറ്റമിൻ പി എന്നറിയപ്പെടുന്നത് B3 ആണ് കേട്ടോ. B3 ആണ് പ്രിവെന്റ് പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് B3 ആണ്. അതുകൊണ്ട് തന്നെ അതിന് വൈറ്റമിൻ പി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് വൈറ്റമിൻ H. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? നിങ്ങൾക്ക് അറിയാലോ ഏതാണ് വൈറ്റമിൻ H? വൈറ്റമിൻ H ഏതാണ്? B7 അല്ലെ. B7-നെയാണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർ ആൻഡ് ഹോട്ട്. ഓക്കെ, ഹാർ ആൻഡ് ഹോട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. ജർമ്മൻ വാക്കാണ്. ഹെയർ ആൻഡ് സ്കിൻ. ഓക്കെ, മുടിക്കും സ്കിന്നിനും, ഓക്കെ, മുടിക്കും ത്വക്കിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്നുള്ള പേരിലാണ് B7 അറിയപ്പെടുന്നത്. ദ ഹാർ ആൻഡ് ഹാർട്ട് എന്നുള്ള രീതിയിലാണ്. അതായത് ഹെയറിന് പറയുന്ന പേരാണ് ഹാർ, ദെൻ സ്കിന്നിന് പറയുന്ന പേരാണ് ഹാർട്ട്. അപ്പൊ അത് രണ്ടും H-ലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റമിൻ H എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് എന്തെന്ന് അറിയപ്പെട്ടു? B7 എന്ന് അറിയപ്പെട്ടു. ഓക്കെ, B7 എന്ന് അറിയപ്പെട്ടു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്തത് വൈറ്റമിൻ M. ഞാൻ പറഞ്ഞു മദർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? ഏത് വൈറ്റമിനാ മദർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഫോളിക് ആസിഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോളിക് ആസിഡ്. ഏതാ? ഏത്? B9 അല്ലെ. B9 ആണ് എന്തെന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ M എന്നറിയപ്പെടുന്നത്. അതിനെ നമുക്ക് മദർ വൈറ്റമിൻ എന്നൊക്കെ പറയാം. അപ്പൊ B9-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വൈറ്റമിൻ M എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര വൈറ്റമിൻ പഠിച്ചു? വൈറ്റമിൻ G, വൈറ്റമിൻ PP, വൈറ്റമിൻ H, വൈറ്റമിൻ M. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് നമുക്ക് പറയാം. ഇതൊക്കെ പ്രീവിയസിൽ ചോദിച്ച 1-2 ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തത് റെയിൻ വാട്ടർ വൈറ്റമിൻ. ഏതായിരിക്കും റെയിൻ വാട്ടർ വൈറ്റമിൻ? മഴവെള്ളത്തിൽ കൂടെ ലഭിക്കുന്ന വൈറ്റമിൻ. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റെയിൻ വാട്ടർ വൈറ്റമിൻ, മഴവെള്ളത്തിൽ കൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? എനിബഡി? ആര്യ, ദേവിക, കൃഷ്ണേന്ദു, അശ്വതി, സെറീന? ഗസ്സിയുടെ നല്ല ഗസ്സാണ്. B6. എന്തുകൊണ്ട് B6 പറഞ്ഞു? പെട്ടെന്ന് വാ. ഗസ് ചെയ്തതാണ്. അപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സെറീന എന്താ പറഞ്ഞ ആൻസർ? C ആണോ? ഇതാണ് എക്സാമിനൊന്നും കിട്ടാതെ പോകുന്നത്. സൂപ്പർ. പോരട്ടെ. അതാരാ പറഞ്ഞത്? ദേവിക. ഞാൻ തന്നെ. അതാണ് ആൻസർ. B12 ആണ് റെയിൻ വാട്ടർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇതാണ് കേട്ടോ. അപ്പൊ എന്തായാലും പഠിച്ചു വെച്ചോളൂ. B12 എന്ന് പറയുന്ന റെയിൻ വാട്ടർ വൈറ്റമിൻ. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മദ്യപാനികളിൽ നിന്ന് നഷ്ടമാകുന്ന വൈറ്റമിൻ ഏത്? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലെ. വേറെ ഒന്നും ചോദിക്കാനില്ല. മദ്യപാനിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? മദ്യം കൂടുതലായി ഉപയോഗിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? അത് ഏത് തന്നെയാണ്? B12. ഇനി ആരും ഗസ് ചെയ്യൂല. B12 ആണ്
എന്തെന്നറിയപ്പെടുന്നത്? മദ്യപാനിയിൽ നിന്ന് നഷ്ടമാകുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അത് തന്നെയാണ് റെയിൻ വാട്ടർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും വൈറ്റമിൻസ് പഠിച്ചില്ലേ? വൈറ്റമിൻ ജി, വൈറ്റമിൻ പി, വൈറ്റമിൻ എച്ച്, വൈറ്റമിൻ എം, ദെൻ റെയിൻ വാട്ടർ വൈറ്റമിൻ. ക്ലിയർ ആയോടാ? ഓക്കെ ആണോ? ഓക്കെ സർ. ശരി, ഇനി അടുത്തത് നിങ്ങൾ ഈ ഒരു സൈഡ് നോക്കല്ലേ, ഇപ്പുറത്തെ സൈഡ് നോക്കണ്ട, ഈ ഒരു സൈഡ് നോക്കണ്ട, നിങ്ങൾ ഈ ഒരു സൈഡ് നോക്കിക്കേ. നമുക്ക് ബി അങ്ങ് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. B1 എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തു വെക്കാം, ബെറി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ തന്നെ ബിയും 1ഉം ഇവിടെ കിടപ്പുണ്ട് അല്ലെ, ബിയും 1ഉം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ബെറിക്ക് കാരണമാകുന്നത് ഏതാണെന്ന് ഇനി ചോദിച്ചാൽ മറന്നു പോരുത്, അത് B1 ആണ്. B1ന്റെ സയന്റിഫിക് നെയിം എന്താ? B1ന്റെ വെരി ഗുഡ്, തയാമിൻ അല്ലെ, തയാമിൻ എന്ന് പറയാം. ഇനി അടുത്ത B3 എന്ന് പറയുന്നത് പെലഗ്ര വൈറ്റമിൻ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, പ്രിവെൻസ് പെലഗ്ര. വൈറ്റമിൻ പി എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ B3 ആണ് പറഞ്ഞത് അല്ലെ. B3യുടെ സയന്റിഫിക് നെയിം എന്താ? B3യുടെ സയന്റിഫിക് നെയിം നിയാസിൻ. വെരി ഗുഡ്, നിയാസിൻ അല്ലെ, നിയാസിൻ എന്ന് പറയാം. അപ്പൊ ഈ പെല്ലഗ്ര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചർമ്മ രോഗമാണ് ഏതെന്ന് പറയുന്നത്, പെല്ലഗ്ര എന്ന് പറയുന്നത്. ഈ ബെറിബെറി എന്തുവാടെ? ബെറിബെറി എന്തുവാ? ഏത് വ്യൂഹത്തെയാണ് അത് ബാധിക്കുന്നത്? ഏത് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്? അതൊക്കെ ചോദിക്കൂ അല്ലേ, അത് ചോദിച്ചിട്ടുണ്ട്. ഇന്ന സിസ്റ്റത്തെ, ഇന്ന വ്യൂഹത്തെ ബാധിക്കുന്ന അസുഖം ഏത് എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് ആ വ്യൂഹത്തിന്റെ പേരും ഉണ്ടായിരുന്നു, അത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു, ബെറിബെറി ഉണ്ടായിരുന്നു. ഏത് വ്യൂഹത്തെ അത് ബാധിക്കുന്നത്? ഏത് വ്യൂഹത്തെയാണ്? അതെ, നാഡീവ്യൂഹത്തെയാണ് അത് ബാധിക്കുന്നത്. വെരി ഗുഡ്. ബെറിബെറി എന്ന് പറയുന്നത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ബെറിബെറി എന്ന് പറയുന്നത് മനുഷ്യനങ്ങ് ശോഷിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് വണ്ണം വെക്കുന്ന അവസ്ഥയുണ്ട് കേട്ടോ. 2 ടൈപ്പ് ഓഫ് ബെറിബെറി ഉണ്ട്. ഓക്കെ, എന്തായാലും നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണെന്ന് ഓർത്തു വെക്കാം. B3 എന്ന് പറയുന്ന ചർമ്മരോഗമാണ്, പെല്ലഗ്ര. B5 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൈയാണ് കാണിച്ചത് അല്ലെ. അപ്പൊ ഈ കൈ പറഞ്ഞപ്പോൾ നമ്മൾ സയന്റിഫിക് നെയിം പെട്ടെന്ന് പറഞ്ഞേ, എന്തുവായിരുന്നു? പാന്തോതെനിക് ആസിഡ്. അപ്പൊ ഈ പാന്തോതെനിക് ആസിഡ് കൈ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെച്ച്, ഇങ്ങനെ മുഖത്ത് വെച്ച് തേക്കുന്നത് കൊണ്ട് മാത്രമാണ് കൂടുതലും മുഖക്കുരു വരുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? അപ്പൊ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. B5 ഇങ്ങനെ വെച്ചിരുന്ന കൈ മുഖത്ത് തേച്ചപ്പോ മുഖക്കുരു വന്നു എന്ന് ഓർത്താൽ മതി. ആക്നെക്ക് കാരണമാകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് B5 ആണെന്ന് ഓർത്തു വെക്കാം. മുഖക്കുരു എന്ന് പറയുന്നത് അത് ചോദിച്ചിട്ടുണ്ട്. ആക്നെക്ക് കാരണമാകുന്നത് B5 ആണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് B6 and B9. ഓക്കെ, ഇത് ഏതിന് കാരണമാകുന്നു? അനീമിയയ്ക്ക് കാരണമാകുന്നു, വിളർച്ചയ്ക്ക് കാരണമാകുന്നതാണ് B6ഉം B9ഉം. ഇത് ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ട്, അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയാം കേട്ടോ. നമ്മൾ SCERT അതിന്റെ ബേസ് ചെയ്തിട്ട് ആ ടെക്സ്റ്റിന്റെ പാർട്ട് എടുത്ത് വെച്ച് ഞാൻ പഠിപ്പിക്കും. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പം പറയണ്ട, ഇപ്പം പഠിച്ചു പോകണ്ട. B6ഉം B9ഉം വിളർച്ചയ്ക്ക് കാരണമാകുന്നത് അല്ലെങ്കിൽ അനീമിയയ്ക്ക് കാരണമാകുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് B2 എന്ന് പറയുമ്പോൾ നമ്മൾ B1, B3, B5, B6, B9 ഇതൊക്കെ പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ചുണ്ടിന് പറ്റിയില്ല. പക്ഷെ B2 എന്ന് പറയുന്നത് അല്ലെ, B2 എന്ന് പറയുമ്പോൾ BT എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. B2 എന്ന് പറയുന്നത് കുറച്ച് ചുണ്ടിന് വലിയ ബുദ്ധിമുട്ട് കൊടുത്താണ് നമ്മൾ 2 പറയുന്നത് അല്ലെ, മറ്റുള്ള നമ്പേഴ്സിനെക്കാളും. അപ്പോൾ ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, ലിപ്സിന് ചാൻസ് ഉണ്ട് അല്ലെ, ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓർത്തു വെക്കണേ, B2 ആണ് ചുണ്ടുകളിൽ വിള്ളൽ അല്ലെങ്കിൽ വിണ്ട് കീറുന്നതിന് കാരണമാകുന്നത്. ഏത് വൈറ്റമിന്റെ കുറവാണെന്ന് ചോദിച്ചാൽ അത് B2 ആണ് കേട്ടോ. B2 ആണ് എന്ന് ഓർത്തു വെക്കാം. ഓർത്തു വെച്ചല്ലോ. അപ്പൊ ഈ മോണ പൊട്ടി ബ്ലഡ് വരുന്ന, രക്തമൊലിക്കുന്നത് എന്തിന്റെയാണ്? ഏത് വൈറ്റമിന്റെ കുറവാ? സ്കർവി. വെരി ഗുഡ്. അത് തന്നെ, സ്കർവിയാണ്. വൈറ്റമിൻ C ആണ് മോണ പൊട്ടി രക്തമൊലിക്കുന്നത് അല്ലെ. നാവികരുടെ നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമ്മൾ അതിലേക്ക് വരുന്നു. അപ്പൊ അത് വൈറ്റമിൻ C ആണ് എന്ന് ഓർത്തു വയ്ക്കുക. പക്ഷെ ഇത് ലിപ്സ് ആണ്, ക്രാക്സ് ഓൺ ലിപ്സ്. അപ്പം നിങ്ങൾ സ്വന്തമായല്ലോ ഒന്ന് പറഞ്ഞ് അങ്ങ് ഉറപ്പിച്ചോ. B2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചുണ്ട് നമുക്ക് ഓർത്തു വെക്കാം, ക്രാക്സ് ഓൺ ലിപ്സ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത് ഇത്രയും കിട്ടിയല്ലോ. ബെറിബെറി,
B3, B5, B6, B9 എന്താണ്? B2 എന്താണ്? ഓക്കെ. ഇനി നമ്മൾ ജീവകം എയിലേക്ക് വരുവാണ് കേട്ടോ. ജീവകം എയിലേക്ക് വരികയാണ്. ജീവകം എ എന്ന് പറയുമ്പോൾ നമ്മൾ സയന്റിഫിക് നെയിം എന്തെന്ന് പഠിച്ചു? റെറ്റിനോൾ എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ? റെറ്റിനോൾ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്ത്? ജീവകം എ. നമ്മൾ ആ ചെറുക്കന്റെ കണ്ണിലല്ലേ നമ്മൾ പഠിച്ചത്? കണ്ണില്. അപ്പൊ നമുക്കറിയാം കണ്ണിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കണ്ണിന്റെ പ്രവർത്തനത്തിന് സഹായകമാകുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ജീവകം എ ആണ്. ജീവകം എ ആണ്. പച്ചില കറികള് അല്ലെങ്കിൽ മുട്ട, മീനെണ്ണ, വെണ്ണ ഇതിലൊക്കെ ഏതുണ്ട്? നമ്മുടെ ജീവകം എ ഉണ്ട്. ദാ ഈ ഒരു സാധനം സൂക്ഷിച്ച് പഠിച്ചു വെച്ചേക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ. പച്ചിലക്കറികൾ എന്ന് പറയുമ്പോൾ എന്താണ്? പച്ചക്കറികളിൽ ഏറ്റവും സുലഭമായി കാണുന്ന ജീവകം ഏത്? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് വൈറ്റമിൻസ് പറയാൻ പറ്റും അല്ലെ? പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സുലഭമായി കാണുന്ന വൈറ്റമിൻ ഏത്? ഓക്കെ. പച്ചക്കറികളിൽ കൂടുതലായി കാണുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ ജീവകം എ തന്നെയാണ്. ഒരു സംശയം വേണ്ട, ജീവകം എ തന്നെയാണ്. ഇവിടെ പിന്നെ അടുത്ത ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ പറയുന്ന വേറൊരു സാധനമാണ് എന്ത്? നമ്മുടെ വെണ്ണ അല്ലെ? വെണ്ണയ്ക്ക്, അപ്പൊ വെണ്ണ എന്ന് പറയുമ്പോൾ പാലുൽപ്പന്നമാണ്. അപ്പൊ പാലുൽപ്പന്നങ്ങളിലും ഏറ്റവും കൂടുതൽ കാണുന്നതും ഏത് തന്നെയാണ്? ജീവകം എ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ വെണ്ണയ്ക്കകത്തും അല്ലെങ്കിൽ പച്ചിലക്കറികളുടെ കാര്യം പറഞ്ഞു. പിന്നെ മീനെണ്ണ, മുട്ട ഇതിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കരളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ജീവകം എ ആണ്. കാരണം കരളിലാണ് എന്ത് സംഭരിക്കപ്പെടുന്നത്? ജീവകം എ സംഭരിച്ച് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരളിലാണ് എന്ന് ഓർത്തു വെക്കുക. നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ എ ഉണ്ടായാൽ അത് എവിടെ സംഭരിച്ചു വെക്കും? കരളിലാണ് സംഭരിച്ചു വെക്കുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ക്യാബേജ്. ഓക്കെ. ക്യാബേജിൽ ഏതുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഏറ്റവും ഒരു പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത്? അപ്പൊ അത് നമുക്കറിയാം. ക്യാരറ്റിന്റെ ഷേപ്പ് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? തിരിച്ചിട്ട ഒരു എ ആണ് എന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. അത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ്. അപ്പൊ അത് ഇങ്ങനെ അങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എ ആയി എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ക്യാരറ്റ്. ഓക്കെ. ക്യാരറ്റ് എന്താണ്? വൈറ്റമിൻ എയുടെ സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യമുള്ള ഒരു മലക്കറിയാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? നമ്മൾ പിന്നെ പറയേണ്ടത് കരളിലാണ് ജീവകം എ സംഭരിക്കപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്തൊക്കെ വരുന്ന ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ പറയാറുണ്ട്, കണ്ണ്, കരള്, തേന്, പാല്. ഓക്കെ. ഏതൊക്കെയാണ്? കണ്ണ്, കരള്, തേന്, പാല് അല്ലെ? നമുക്ക് സ്നേഹം കൂടുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഓർത്താൽ മതി. കണ്ണ്, കരള്, തേന്, പാല് എന്നാണ്. ഇതെല്ലാം ഏതാണ്? ജീവകം എ ആണ് എന്ന് ഓർത്തു വെക്കുക. അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നത് ജീവകം എ ആണ്. ഇതിന്റെ കുറവ് എന്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് കാരണമാകുന്നു? നിശാന്തതയ്ക്ക് കാരണമാകുന്നു, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നു. ഈ നിശാന്തതയ്ക്ക് വേറൊരു പേര് പറയും. എന്തായിരുന്നു അത്? ആർക്കെങ്കിലും അറിയോ? എന്താണ്? ഈ രാത്രി കാഴ്ച കുറവായ അത് തന്നെയാണ്. ഇതിനാണ് നിശാന്തത എന്ന് പറയുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതിന് വേറൊരു പേര് പറയും. പറയോ? മാലക്കണ്ണ്. അത് തന്നെ. ഓക്കെ. എന്ത് ഭംഗിയായിട്ട് എഴുതുന്നത്. ഓക്കെ. മാലക്കണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തതയുടെ മറ്റൊരു പേരാണ്. മാലക്കണ്ണിന്, ഇത് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. മാലക്കണ്ണിന് കാരണമായ അല്ലെങ്കിൽ അതിന്റെ അഭാവം കൊണ്ടാണ് മാലക്കണ്ണ് ഉണ്ടാവുന്നത്. ഏതാണ്? ജീവകം എ. നിശാന്തതയ്ക്ക് പിന്നെ ഉള്ളതെല്ലാം നിശാന്തത തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാലക്കണ്ണെന്ന് കാണാം. നിശാന്തതയ്ക്ക് മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? മാലക്കണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിശാന്തത പോലെ തന്നെ വേറൊരു അസുഖം കൂടെ ഉണ്ട്. ഏതാണ്? ഇത്ര എഴുതിയപ്പം കിട്ടിയോ? ഇത് സീറോഫ്താൽമിയ. കേട്ടോ? കിട്ടിയോ? ഓക്കെ. സിറോഫ്താൽമിയ എന്ന് പറയും. അപ്പൊ അത് ഈ പറയുന്ന പോലെ കണ്ണിന്റെ ഉൾഭാഗമൊക്കെ വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. കോർണിയൊക്കെ വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പൊ അതും ഏതിന്റെ കുറവ് കൊണ്ട് തന്നെയാണ്? നമ്മുടെ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ എയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? കണ്ണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ, പച്ചിലക്കറികളിൽ ഏറ്റവും സുലഭമായിട്ടുള്ള വൈറ്റമിൻ,
പിന്നെ പാൽ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും സുലഭമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ, അതുപോലെ തന്നെ കരള്, കാബേജ്, ക്യാരറ്റ് എന്നിവയിൽ കാണപ്പെടുന്ന വൈറ്റമിൻ, പിന്നെ കരളിൽ സംഭരിച്ചു വയ്ക്കപ്പെടുന്ന വൈറ്റമിൻ, ഇതിന്റെ കുറവ് നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്, അതുപോലെ തന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്ന അസുഖങ്ങൾക്ക് കാരണമാകും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കണ്ണ്, കരള്, തേന്, പാല്, ഇതിലെല്ലാം ഏതാണ്? വൈറ്റമിൻ എ ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ജീവകം എ സെറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? എല്ലാ പോയിന്റ്സും കിട്ടിയോ? നിങ്ങൾ ഉറങ്ങുകയാണോ കുഞ്ഞുങ്ങളെ? യെസ്, ഓ, ഈ സിറോഫ്താൽമിൻ വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട് ഉണ്ടാവുന്നതല്ലേ? അതെ 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 അതെ. ഓക്കെ, നിശാന്തത അതിന്റെ മറ്റൊരു പേരാണ് മാലക്കണ്ണ്. ഓക്കെ, സിറോഫ്താൽമിയ എന്ന് പറയുന്നത് മറ്റൊരു അസുഖമാണ്. അതും ഏതിന്റെ കുറവ് കൊണ്ടാണ്? ഏതിന്റെ അഭാവം കൊണ്ട് തന്നെ വരുന്ന? ജീവകം എയുടെ അഭാവം കൊണ്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ജീവകം ബി ആണ്. ജീവകം ബി എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റുകളെ, ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കാർബോഹൈഡ്രേറ്റുകളെ അതായത് നമ്മുടെ ധാന്യത്തെ ഊർജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്നത് B1 ആണ്, അതായത് തയാമിൻ ആണ്. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റുകളെ ഊർജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്നത് B1 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കിടിലും അല്ലെ? തയാമിൻ ഇല്ല എങ്കിൽ ഒരു പരിധി വരെ കാർബോഹൈഡ്രേറ്റുകളെ എന്താക്കി മാറ്റാൻ പറ്റില്ല? ഊർജമാക്കി മാറ്റാൻ പറ്റില്ല. അപ്പം ഏത് വേണം? B1 വേണം. അതിന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് അരിയുടെ തവിടാണ്. അരിയുടെ തവിടാണ് ഏറ്റവും വലിയ സ്രോതസ്. ഏതിന്റെ? B1ന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് അരിയുടെ തവിടാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഓക്കെ, അരിയുടെ തവിടിൽ. അപ്പൊ അതിന്റെ കുറവ് എന്തിനെ കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ബെറി എന്ന് പറയുന്ന നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അസുഖത്തിന് കാരണമാകുന്നു. അപ്പൊ ഇതിന്റെ കുറവാണ് അല്ലെ? അപ്പൊ അതിന്റെ കൂടുതൽ അല്ലെങ്കിൽ അത് സുലഭമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് എന്തിനെ തടയും? ബെറിയെ തടയും. അത് ആന്റി ബെറി ഘടകം എന്ന് വിളിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് തൈമിനാണ്, അല്ലെങ്കിൽ B1 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനെ തടയുന്നത് കൊണ്ട് തന്നെ ആന്റി, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, ആന്റി ബെറി ഘടകം എന്ന് വിളിക്കുന്നത് തയാമിനെയാണ്, അല്ലെങ്കിൽ B1നെയാണ് എന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പം ജീവകം ബി യെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്ന്, ജീവകം ബിയുടെ മറ്റൊരു പേര് ഗ്രൗണ്ടിങ്. ജീവകം ജി അല്ലെ, വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബിയുടെ ഏത് ഗ്രൂപ്പിനെയാണ്? ഏത് ടൈപ്പിനെയാണ് വൈറ്റമിൻ ജി? പെട്ടെന്ന് പറ ദേവിക. വെരി ഗുഡ്, വെരി ഗുഡ്. B2 അല്ലെ? B2 ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത വൈറ്റമിൻ PP ഉണ്ട് അല്ലെ? വൈറ്റമിൻ PP ഏതാ? കൃഷ്ണേന്ദു? വൈറ്റമിൻ PP എന്ന് പറയുമ്പോൾ പ്രിവെൻസ് പെല്ലഗ്ര. B3 അല്ലേ സർ? വെരി ഗുഡ്, വെരി ഗുഡ്. അതെ അതെ. അപ്പോ B3ക്കാണ് നമ്മൾ അത് പറയുന്നത് അല്ലെ? അപ്പൊ ബി യെ കുറിച്ച് കുറെ ഐഡിയ കിട്ടിയല്ലോ. ജീവകം എന്തൊക്കെയാണെന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ അരിയുടെ തവിടിൽ, അതുപോലെ തന്നെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ബെറി, ആന്റി ബെറി ഘടകം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഇത്രയും മതി ജീവകം ബി യെ കുറിച്ച്. ഇനി അടുത്ത് നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, വൈറ്റമിൻ എ ആണ് പ്രോ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ ജീവകം സിയിലേക്ക് വരികയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു വൈറ്റമിൻ. വൈറ്റമിൻ എ കഴിഞ്ഞാൽ കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് ആണ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്ന് പറയുന്നത് ഏതാണ്? ജീവകം സി ആണ്. കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം, ആർട്ടിഫിഷ്യൽ ആയിട്ട് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്.
ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി, അല്ലെ? അതുകൊണ്ട് നമ്മൾ എങ്ങനെ കഴിക്കണം? ചൂടാക്കണ്ട, ഫ്രഷ് ആയിട്ട് കഴിക്കുക. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് പറയാം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നാവികരുടെ രോഗം. ഓക്കെ, നാവികരുടെ രോഗം എന്ന ഈ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുവരുന്ന അസുഖമാണ്, അല്ലെ? ഞാൻ പറഞ്ഞു മോണ പൊട്ടി രക്തം ഒലിക്കുന്ന ഒരു അസുഖം. അത് ഈ സെയിലേഴ്സിനാണ്, നാവികർക്കാണ് ഇത് കൂടുതലും. ഈ ജലത്തിൽ കൂടെ യാത്ര പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആ ഒരു പ്രശ്നം വരുന്നതിന് കാരണം വൈറ്റമിൻ സിയുടെ ഒരു പ്രോബ്ലവും കൂടെ ആണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നാവികരുടെ രോഗം എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ PSC വന്നിട്ടുണ്ട്. ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഏത് വൈറ്റമിൻ ആണ് എന്ന് ചോദ്യം വരാം. ഏത് ചോദ്യമാണ് ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്? വൈറ്റമിൻ സി ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോവിഡിന്റെ സമയത്ത് നെല്ലിക്ക, അല്ലെ, നെല്ലിക്ക കൂടുതലായിട്ട് കഴിച്ചു, അല്ലെങ്കിൽ നാരങ്ങ, പുളിയുള്ള പഴങ്ങൾ കൂടുതലായിട്ട് കഴിച്ചത്, ഓറഞ്ച്, ഓക്കെ, ഇങ്ങനെയുള്ള നാരങ്ങ വെള്ളം, അല്ലെ, നാരങ്ങ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? വെള്ളം കുടിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. നാരങ്ങയ്ക്ക് ആ സമയത്ത് ഭയങ്കര വിലയായിട്ട് മാറി, അല്ലെ? 10, 15, 20 കിട്ടാത്ത അവസ്ഥയായി, ഒരു നാരങ്ങ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ആ സമയത്ത്. അപ്പൊ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. അപ്പൊ പുളിയുള്ള പഴങ്ങളിൽ ഏതുണ്ട്? വൈറ്റമിൻ സി ഉണ്ട്. അപ്പൊ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് PSC. ഒന്ന്, ജലദോഷത്തിന് അത്യുത്തമമായിട്ടുള്ള വൈറ്റമിൻ ഏത്? വേറെ ഒന്നും അവർക്ക് തോന്നിയില്ല. ജലദോഷത്തിന് അത്യുത്തമമായിട്ടുള്ള വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. കാരണം പ്രതിരോധ ശേഷി താഴുമ്പോഴാണ് ജലദോഷം ആദ്യമായിട്ട് വരുന്ന ഒരു അസുഖത്തിന്റെ കൂടെ വരുന്ന ഒരു സിംറ്റം ആണ് കോൾഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ജലദോഷത്തിന് അത്യുത്തമമായിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. അടിപൊളി അല്ലെ? ക്വസ്റ്റ്യൻ വന്നാണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ. ഓക്കെ, ശരീരത്തിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. കണ്ടോ, ശരീരത്തിലെ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകുന്ന മുറിവൊക്കെ എന്ത് ചെയ്യുള്ളൂ? ഉണങ്ങി വരത്തുള്ളൂ. അപ്പൊ അതാണ് ശരീരത്തിലെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇനി ഒരെണ്ണം കൂടെ പഠിച്ചു വെച്ചോണം. മൂത്രത്തിൽ കൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ ഏത്? മൂത്രത്തിൽ കൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സി ആണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ സിയെ കുറിച്ച് പെട്ടെന്ന് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇപ്പൊ ജീവകം സി കിട്ടിയല്ലോ. അസ്കോർബിക് ആസിഡ്, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടാം, നാവികരുടെ രോഗം എന്നറിയപ്പെടുന്നു, ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക, പുളിയുള്ള പഴങ്ങളിലാണ് വൈറ്റമിൻ സി കാണുന്നത്, ജലദോഷത്തിന് അത്യുത്തമമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി, ശരീരത്തിലെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെയാണ്. അതുപോലെ തന്നെ മൂത്രത്തിൽ കൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അസ്കോർബിക് ആസിഡ്, അതുകൊണ്ടാണ് മൂത്രത്തിനകത്തൊരു അസിഡിറ്റി ഒരു ഫീൽ വരുന്നത്. ഇതിന് റീസൺ ആണ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, ക്ലിയർ. അടുത്തത് ജീവകം ഡിയിലേക്ക് വരികയാണ്. ജീവകം സി ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത് നമ്മൾ ജീവകം ഡിയിലേക്ക് വരുമ്പോ നമുക്കറിയാം കാൽസിഫെറോൾ, അല്ലെ? തുടയലിന്റെ അവിടെയാണ് നമ്മൾ വരച്ചു പഠിച്ചത്. കാൽസിഫെറോൾ, കാൽഷ്യം. അപ്പൊ തുടയൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ആ ഒരു പോയിന്റ് പഠിച്ചിട്ട് വരാം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് സഹായകമായ വൈറ്റമിൻ, അല്ലെ? എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് സഹായമായ വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത്? ജീവകം ഡി, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കുറവ് 2 തരത്തിൽ വരാം. കുട്ടികളിലാണെങ്കിൽ അത് എന്തെന്ന് വരും? റിക്കറ്റ്സ് എന്ന് വരും കേട്ടോ. റിക്കറ്റ്സ് എന്ന് പറയും. അത് കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും കേട്ടോ. റിക്കറ്റ്സ് എന്ന് പറയും. ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറയും. ഇനി മുതിർന്നവരിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓസ്റ്റിയോമലേഷ്യ എന്ന് വിളിക്കാം. ഓക്കെ, ഓസ്റ്റിയോമലേഷ്യ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ റിക്കറ്റ്സിന് മലയാളം ഉണ്ട്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ മലയാളം എന്താ? റിക്കറ്റ്സിന്റെ മലയാളം എന്താ?
അറിയാന്നുള്ളവർ പറഞ്ഞു. കണ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. റിക്കറ്റ്സിന്റെ മലയാളമാണ് കണ എന്ന് പറയുന്നത്. ഓക്കെ, റിക്കറ്റ്സിന്റെ മലയാളം കണ എന്ന് പറയും കേട്ടോ. കണ എന്ന് പറയുന്നത് റിക്കറ്റ്സിന്റെ മലയാളമാണ്. മുതിർന്നവരിൽ അത് ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയും കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചാൽ മതി, നേരെ നിന്ന എല്ല്, കുട്ടികളില് നേരെ നിന്ന എല്ല് ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു വഴിയിലാവുന്നതാണ് ഏതെന്ന് പറയുന്നത്, റിക്കറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ തരത്തില് കണ പോലെ ആയി വളഞ്ഞു വരുന്നതിനെയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് ഏതിന്റെ അഭാവം കൊണ്ടാണ്? വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടാണ് ഈ രീതിയിൽ മാറുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ റിക്കറ്റ്സ് കിട്ടി. മുതിർന്നവരിലാണെങ്കിൽ അത് ഓസ്റ്റിയോ മലേഷ്യ, കുറച്ച് പേര് നല്ല പഞ്ചുള്ള പേര് ഇരുന്നോട്ടെ, ഓസ്റ്റിയോ മലേഷ്യ, മുതിർന്നവരിലല്ലേ അല്ലെ. ഇനി അടുത്തത് സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകം. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം ഡി എന്ന് പറയുന്നത്. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കാം. അല്ലെങ്കിൽ ഡി എന്നോ D1 എന്നൊക്കെ നമുക്ക് പറയാം. സസ്യ ഉറവിടങ്ങളിൽ ഏതില്ല? ഈ ജീവകം ഡി ഇല്ല, അല്ലെങ്കിൽ D1 എന്ന് പറയുന്നത് ഇല്ല. ഇത് പിന്നെ എവിടെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു PSCയുടെ ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏത് ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അല്ലെ? ആര് ഉൽപ്പാദിപ്പിക്കുന്നു? സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ആരോ ഒരാൾ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ. സൂര്യപ്രകാശം അല്ല അത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഏതോ ഒരു അവയവമാണ്, നമ്മുടെ ഏതോ ഒരു അവയവമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്, കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതെന്നറിയോ? സെബേഷ്യസ് ഗ്രന്ഥിയാണോ? ആണോ? ത്വക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെ. അത് ഗ്രന്ഥിയല്ലേ, ഞാൻ ഒരു അവയവമാണ് ചോദിച്ചത്. പഠിച്ചതൊന്നും ഓർമ്മയില്ല, അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? കിഡ്നി കേട്ടോ. കിഡ്നി, അതുപോലെ തന്നെ ലിവർ. ഓക്കെ, കിഡ്നിയും കരളുമാണ് വൃക്കയും കരളുമാണ് ഏറെക്കുറെ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ കിഡ്നിക്കാണ് ഏറ്റവും മെയിൻ റോൾ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്, ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് സംഭരിച്ചു വെക്കുന്നതൊക്കെ ഇവരൊക്കെ തന്നെയാണ്. ഓക്കെ, ഇവരൊക്കെ ചേർന്നാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്ത് വൈറ്റമിൻ എന്നത് പഠിക്കണം? സൺഷൈൻ വൈറ്റമിൻ എന്ന് പഠിക്കണം. ഓക്കെ, സൺഷൈൻ വൈറ്റമിൻ. നമ്മൾ നേരത്തെ എന്ത് വൈറ്റമിനാണ് പഠിച്ചത്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആണ് പഠിച്ചത് അല്ലെ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, കാരണം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും, സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നും ആരെ വിളിക്കും? ജീവകം ഡി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത്? ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത്? ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? ഹോർമോൺ വൈറ്റമിൻ ജീവകം ഡി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോർമോൺ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്, ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ഏത്? ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ഏത്? കൃഷ്ണേന്ദു ആൻസർ പറ. ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ഏത്? ഞാൻ പറഞ്ഞില്ലേ ആൻസർ? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണോ? നമുക്ക് ആര്യോട് ചോദിക്കാം ശരിയാണോ എന്ന്. ആര്യ, ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ഡി അല്ലേ സർ? വൈറ്റമിൻ ഡി ആണ്. ദേവിക, ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. സെറീന, ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ഏതാണ്? ഇ. വൈറ്റമിൻ ഇ. അതാരെ പറഞ്ഞ വൈറ്റമിൻ ഇ? ആദ്യം അത് ഞാൻ ആദ്യം ഈ ഇവിടെ ഇരുന്ന് പറഞ്ഞു, അപ്പൊ അത് മൈക്ക് ഓൺ ചെയ്തപ്പോ അവൻ ആദ്യം പറഞ്ഞേ. അതാണ്. ഞാൻ എന്താ പറഞ്ഞ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ എന്റെ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങള്? ഞാൻ ഇവിടെ എന്താ പറഞ്ഞേ? ഹോർമോൺ വൈറ്റമിൻ എന്നാ പറഞ്ഞ അല്ലെ, ഒറ്റ വാക്കാ പറഞ്ഞ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് ജീവകം ഡി. ശ്രദ്ധിച്ചോണേ, തെറ്റിക്കും നമ്മളെ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് ഹോർമോൺ വൈറ്റമിൻ എന്നല്ല അതിനെ വിളിക്കുന്നത്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയൂടാ? വൈറ്റമിൻ ഇ ആണ് കേട്ടോ. ഇ, വൈറ്റമിൻ
ഇ ആണ് നമ്മൾ ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ. കണ്ടോ, നമ്മൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതൊക്കെ റാങ്ക് ഫയലിൽ ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഹോർമോൺ വൈറ്റമിൻ എന്നാണ് ചോദിച്ചത്. അവിടുത്തെ ആൻസർ അന്ന് ജീവകം ഡി ആയിരുന്നു എഴുതേണ്ടത്. പക്ഷെ എല്ലാവരും തെറ്റിച്ചു. ഏത് തെറ്റിച്ചു? വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞ് എഴുതി. ഇപ്പൊ ഞാനിത് ഹോർമോൺ വൈറ്റമിൻ എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഡി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹോർമോണായി കണക്കാക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ. ഹോർമോൺ വൈറ്റമിൻ എന്ന് വിളിക്കപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ജീവകം ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഡി ആണ് എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? കൃഷ്ണേന്ദു, ആര്യ, ദേവിക, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മൾ അടുത്തയിലേക്ക് വരുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകമാണ് ജീവകം ഡി എന്ന് ചോദിച്ചാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ജീവകം D2 എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത് കൂണിൽ നിന്നാണ്, മഷ്റൂംസിൽ നിന്നാണ്. ഓക്കെ, ജീവകം ഡി മഷ്റൂംസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പരിധിവരെ ഫംഗസിനെ നമ്മൾ സസ്യമായിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ RH വിറ്റേക്കർ വന്നതിന് ശേഷം അതിനെ നമ്മൾ ഫംഗസിന് പ്രത്യേകം ഒരു കിങ്ഡം ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെ? കിങ്ഡം ഫംഗൈ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ D2 ആണ് ഇവിടെ കാണുന്നത്, മഷ്റൂമിൽ കാണുന്നത്. ഓക്കെ, അല്ലാതെ ഡി അല്ല കാണുന്നത്, വൈറ്റമിൻ D2 ആണ് എന്ന് ഓർത്തു വെക്കുക. അതിന്റെ പേര് എർഗോ കാൽസിഫെറോൾ. എർഗോ കാൽസിഫെറോൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSC ഇവിടെ ചോദിക്കുമ്പോൾ കാൽസിഫെറോൾ എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, വൈറ്റമിൻ ഡി ആണെന്ന് അറിയപ്പെടാൻ പറ്റും. പക്ഷേ ചോദിക്കുന്നത് ചിലപ്പോ ഇനി ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞു, ഇനി ചോദിക്കാനുള്ളത് അവർക്ക് അതിന്റെ വേരിയൻസ് ആണ്. അപ്പൊ D2 എന്നോ D3 എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എർഗോ കാൽസിഫെറോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ D2ന്റെ പേരും കോളികാൽസിഫെറോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ D3യുടെ ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഓർത്തു വെച്ചല്ലോ, വൈറ്റമിൻ D2ന്റെ പേര് എർഗോ കാൽസിഫെറോൾ, വൈറ്റമിൻ ഡിയുടെ പേര്, വൈറ്റമിൻ D1ന്റെ പേര് കാൽസിഫെറോൾ, വൈറ്റമിൻ D2ന്റെ പേര് എർഗോ കാൽസിഫെറോൾ, വൈറ്റമിൻ D3യുടെ പേര് കോളികാൽസിഫെറോൾ. കിട്ടിയോടാ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. വൈറ്റമിൻ D2 വൈറ്റമിൻ D3യും കിട്ടിയല്ലോ, പേര് കിട്ടിയല്ലോ. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വരുന്നത് ജീവകം ഇയിലേക്കാണ്. ജീവകം ഇയിലേക്ക് വരുമ്പോ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? അതിന്റെ അഭാവം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അതായത് സ്റ്റെറിലിറ്റി എന്ന് നമ്മൾ പറയും, അല്ലെ? സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ജീവകം ഇയുടെ അഭാവം കൊണ്ടാണ്. അപ്പൊ വന്ധ്യതയ്ക്ക് അല്ലെങ്കിൽ സ്റ്റെറിലിറ്റിക്ക് കാരണമാകുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനെ വിളിക്കുന്നത്, ജീവകം ഇ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? നേരത്തെ ബെറിബെറി, ആന്റി ബെറിബെറി ഘടകം എന്ന് പറഞ്ഞതുപോലെ ജീവകം ഇയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കാം, അല്ലെ? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് നമുക്ക് വിളിക്കാം. ഈ ആന്റി സ്റ്റെറിലിറ്റി എന്ന് പറയുന്നതും സ്റ്റെറിലിറ്റി എന്നൊക്കെ പറയുന്നതും ഏതുമായി ബന്ധപ്പെട്ട കാര്യമാണ്? പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ പ്രത്യുൽപാദനവുമായി, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഇ ആണ്. അപ്പൊ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഇ ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തും പറയുന്നുണ്ട് കരളില്, മുട്ടയില്, മാംസത്തില്, പാലില്, ഇതിലൊക്കെ ആരുണ്ട്? നമ്മുടെ ജീവകം ഇ ഉണ്ട് എന്ന് ഓർത്തു വെക്കാം. ജീവകം ഇ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ഇവിടെ ഞാൻ ആ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ഏതാണ്? ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം ഇ എന്ന് പറയുന്നത് ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം. പിന്നെ അതുപോലെ തന്നെ ഇതിന് വലിയൊരു റോളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ സെല്ലുകളെ, കോശങ്ങളെ റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഓക്കെ ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ജീവകം ഇക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിനകത്തൊക്കെ നോക്കുമ്പോൾ മിക്ക കോസ്മെറ്റിക്സിനകത്തും അതിനകത്ത് എഴുതിയിരിക്കും വൈറ്റമിൻ ഇ എന്ന് എഴുതിയിരിക്കും, അല്ലെ? വൈറ്റമിൻ ഇയുടെ പ്രസൻസ് അതിനകത്തുണ്ട് എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കാം? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിളിക്കാം. ബ്യൂട്ടി വൈറ്റമിൻ. അപ്പൊ നമ്മൾ 3 പേരുകൾ വിളിച്ച വൈറ്റമിൻ നമ്മൾ പഠിച്ചു. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. ഏതായിരുന്നു ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ദേവിക? വിറ്റമിൻ സി. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ സി ആണ്, അല്ലെ? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഏത് വൈറ്റമിൻ ആയിരുന്നു? വേറൊരു വൈറ്റമിൻ നമ്മൾ പഠിച്ചല്ലോ, സൺഷൈൻ വൈറ്റമിൻ, അല്ലെ? കൃഷ്ണേന്ദു, സൺഷൈൻ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ്, അല്ലെ? വൈറ്റമിൻ ഡി ആണ്
ഏതെന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ. നമ്മൾ ഇനി അടുത്ത ഏതാ പഠിച്ചേ? ബ്യൂട്ടി വൈറ്റമിൻ. ഓക്കെ, ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ആണ് അല്ലെ. ഹോർമോൺ വൈറ്റമിൻ എന്ന് പറയുന്നത് vitamin D. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഹോർമോണായി കണക്കാക്കാവുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഹോർമോൺ വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിച്ചേ. ജീവകം കെ എന്ന് പറയുന്നത് മുറിവിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ഓക്കെ, മുറിവിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തൊരു 3 വൈറ്റമിനും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കണം. നമ്മളൊരു സിനിമ ഇറങ്ങി അല്ലെ, RRR ഇറങ്ങിയില്ലേ? അപ്പോ അങ്ങനെ ഒരു വൈറ്റമിൻ ഉണ്ട് കേട്ടോ. RRR എന്ന് പറയുന്ന ഒരു 3R ഒരു വൈറ്റമിൻ ഉണ്ട്. വേറെ ആരുമല്ല. ആരായിരിക്കും ഈ വൈറ്റമിൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാമോ? RRR എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. RRR ഏത് വൈറ്റമിൻ ആണോ? വൈറ്റമിൻ ഇ ആണോ സർ? ഇ ആണോ? വൈറ്റമിൻ ഇ ആണോ? അത് എവിടെ നിന്ന് കിട്ടി? അല്ല സാർ, ആ ഈ 6 എഴുതി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഇത് ഓർത്ത് വെക്കുമല്ലോ അല്ലെ. 3 ആറുകൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഏത് വൈറ്റമിൻ അത്? വൈറ്റമിൻ ഇ ആണ് കേട്ടോ. വൈറ്റമിൻ ഇ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? RRR വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓർത്തു വെച്ചേ. ഫൈറ്റോമെനഡിയോൺ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവലിൽ ചോദിച്ചതാണ്. ഫൈറ്റോമെനഡിയോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? എനി ഐഡിയ? ഫൈറ്റോ എന്നൊക്കെ പറയുമ്പോ ഫില്ലോ, ഫൈറ്റോ, ഞാൻ തന്നെ പറയാം. വൈറ്റമിൻ കെ ആണ്. അതെ അതെ, വൈറ്റമിൻ കെ ആണ് എന്ന് ഓർത്തു വെക്കാം. ഫില്ലോക്വിനോൺ, ഫൈറ്റോമെനഡിയോൺ, ഫൈറ്റോഡിയനോൺ. ഓക്കെ, ഇങ്ങനെ കുറെ പേരുകളുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിച്ചോ. ടൈപ്സ് ആൻഡ് സോഴ്സസ്. വൈറ്റമിൻ കെയുടെ ഡിഫറെന്റ് പേരുകൾ. ഫില്ലോക്വിനോൺ ആണ്. K1നെയാണ് നമ്മൾ ഫില്ലോക്വിനോൺ എന്ന് വിളിക്കുന്നത്. ദെൻ മെനാക്വിനോൺ, അതാണ് K2 എന്ന് പറയുന്നത്. മെനാഡയോൺ എന്ന് പറയുന്നത് K3 ആണ്. ഇതിനകത്ത് ഒരു കാര്യം പഠിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോളൻ, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. അത് K വൈറ്റമിനും ഉണ്ട്. അത് K2 ആണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെനാക്വിനോൺ എന്നാണ് അത് പറയുക കേട്ടോ. ഇനി അടുത്തത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ. കെയുടെ സിന്തറ്റിക് ഫോം എന്ന് പറയുന്നത് K3 ആണ് കേട്ടോ. സിന്തറ്റിക് ഫോം എന്ന് പറയുന്നത് ഇത്രയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. സിന്തറ്റിക് ഫോം, കെയുടെ സിന്തറ്റിക് ഫോം എന്ന് പറയുന്നത് K3 ആണ്. മെനാഡയോൺ ആണ് കേട്ടോ. മെനാഡയോൺ ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിവിധ പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫില്ലോക്വിനോണും ഫൈറ്റോഡയോൺ എന്നൊക്കെ പറയുന്നത് K1 ആണ്. ഈ ഇങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ ഓർത്തോണം അത് വൈറ്റമിൻ K ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി സ്റ്റിറോയിഡ് വൈറ്റമിൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് അല്ലെ. അതിന് വേറെ രീതിയിൽ പറയുന്ന പേരാണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ. അപ്പൊ ഓർക്കണം, ഹോർമോൺ വൈറ്റമിൻ എന്ന് പറഞ്ഞത് തന്നെയാണ് ഏത്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നതും ഡി തന്നെയാണ് കേട്ടോ. ഡി തന്നെയാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് വൈറ്റമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും മതി. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അഡീഷണൽ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണമെന്നില്ല. പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോ. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇത് ഡിഗ്രി ലെവലിനും കൂടെയുള്ള ഒരു സ്ലൈഡാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം പഠിച്ചു പോയാൽ മതി. ഓക്കെ, പെട്ടെന്ന് നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പോയിട്ട് വന്നാലോ? ഓക്കെ ആണോ? നിങ്ങൾ പറയൂല്ലോ, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ മാത്രമേ പറയാവൂ. ഈ RRR വൈറ്റമിൻ എന്ന് പറഞ്ഞില്ലേ, അതിലെ ആ 6 എന്തെങ്കിലും പേരുണ്ടോ? അത് പഠിക്കണ്ട. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അതൊന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് പോയാൽ മതി. അത് ഒരു കെമിക്കൽ ഫോമുലയാണ്. അതിലേക്ക് പോകണ്ട കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അവിടെ പറയാത്തത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആര്യ, കൃഷ്ണേന്ദു, ദേവിക, സെറീന. ഓക്കെ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആൻസർ ചെയ്യണം. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ദേവിക? കാശ്മീർ. കറക്റ്റ് ആണ്. ഓക്കെ, കാശ്മീർ ഫംഗാണ് അല്ലെ. കാശ്മീർ ഫംഗാണ്.
Then കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം കൃഷ്ണേന്ദു. ADEK. ഫസ്റ്റ് വൺ. ഓക്കെ, ADEK അല്ലെങ്കിൽ കേഡ എന്ന് നമ്മൾ പഠിച്ചത് അല്ലെ, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകം ഏതാണ്? അശ്വതി ഉണ്ടോ? വൈറ്റമിൻ എ ആണ്. ഓക്കെ, വൈറ്റമിൻ എ ആണ്. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ്? സെറീന? വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ്. വെരി ഗുഡ്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏതാണ്? ആര്യ? വൈറ്റമിൻ എ അല്ലേ സർ? വൈറ്റമിൻ എ. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? കൃഷ്ണേന്ദു? തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന, അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം. തെറ്റിയോ? പോയോ? എ ആണോ? തവിടിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഷഹിൻ? ഷഹിനെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. B1 ആണോ സർ? യെസ്, B1 ആണ്. വെരി ഗുഡ്. B1 ആണ്. കൃഷ്ണേന്ദു? B1 ആണ്. ബെറിബെറി, ആന്റി ബെറിബെറി ഘടകം എന്ന് നമ്മൾ പറഞ്ഞു. അവിടെയാണ് നമ്മൾ പഠിച്ചത് തവിടിൽ അടങ്ങിയിരിക്കുന്ന അല്ലെ, അരിയുടെ തവിടിൽ നിന്ന്, അതിന്റെ സ്രോതസ് എന്ന് പറയുന്ന അരിയുടെ തവിടിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. B1 തയാമിൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ക്ലിയർ അല്ലേ? ജീവകം എച്ച് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? അതിന് ചോദിക്കുന്ന ആര്യ? വൈറ്റമിൻ B7. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ദേവിക? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം. വിറ്റമിൻ B12. വെരി ഗുഡ്. B12. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം. ഷഹിൻ? സി, വൈറ്റമിൻ സി. വൈറ്റമിൻ സി. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം. സെറീന? വൈറ്റമിൻ സി. വൈറ്റമിൻ സി. ദെൻ ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകം. അശ്വതി? വൈറ്റമിൻ സി. വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം. ദേവിക? വിറ്റമിൻ സി. വൈറ്റമിൻ സി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. കൃഷ്ണേന്ദു? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവമാണ് എന്നാണ് ചോദ്യം. സെറീന? വൈറ്റമിൻ സി. വൈറ്റമിൻ സി അല്ലെ, നമ്മൾ അവിടെ പഠിച്ചത് മുറിവുണങ്ങാൻ സഹായമാകുന്ന വൈറ്റമിൻ അല്ലെ. ഇവിടെ എന്താണ്? മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവമാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. ആര്യ? വൈറ്റമിൻ ഡി അല്ലേ? കൃത്രിമമായി ആദ്യ ജീവകം. വൈറ്റമിൻ സി. വൈറ്റമിൻ സി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? ടൈപ്സ് ഓഫ് നാച്ചുറൽ വൈറ്റമിൻ ഡി ഇല്ലേ, അതൊന്നുകൂടെ പറയാമോ? ടൈപ്സ് ഓഫ് നാച്ചുറൽ അല്ലേ? ഓക്കെ. വൈറ്റമിൻ ഡി ആണോ വേണ്ടത്? വൈറ്റമിൻ ഡി. കണ്ടോ? കിട്ടിയോ? വൈറ്റമിൻ D2 എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഏതുകൊണ്ട് വൈറ്റമിൻ D3 ഉണ്ട്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കാം, വൈറ്റമിൻ D1 അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ D2 എന്ന് പറയുന്നത് എർഗോ കാൽസിഫെറോൾ ആണ്. ഓക്കെ, എർഗോ കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ D2. വൈറ്റമിൻ D3 എന്ന് പറയുന്നത് കോളി കാൽസിഫെറോൾ എന്നാണ് അത് പറയുക. അത് വൈറ്റമിൻ D3 ആണ്. ഓക്കെ, വൈറ്റമിൻ D3 ആണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ വൈറ്റമിൻ D2 ആണ് ശരിക്കും പറഞ്ഞാൽ മഷ്റൂംസിൽ വൈറ്റമിൻ ഡി, ഹൈ വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്ന
മഷ്റൂംസിനകത്ത് കാണുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ D2 ആണ്. നമുക്ക് PSC ചിലപ്പോൾ ഇങ്ങനെ വൈറ്റമിൻ D2 എന്നൊന്നും ചോദിക്കില്ല, ഏത് വൈറ്റമിൻ ആണ് മഷ്റൂമിൽ കാണപ്പെടുന്നതെന്ന് ചോദിക്കാം. അത് വൈറ്റമിൻ D ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കരുത് സസ്യ ഇതിൽ വരുന്നത്, അപ്പം എന്തായാലും ഫംഗസിനകത്താണ് ഇത് വരുന്നത്, അതുകൊണ്ട് നമുക്കൊരു വ്യത്യാസമുണ്ട്, എന്നാലും അത് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, വൈറ്റമിൻ D3 എന്ന് പറയുന്നത് കോളികാൽസിഫെറോൾ ആണ്, ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, വൈറ്റമിൻ D3. ഓക്കെ, ക്ലിയർ ആയോ? വൈറ്റമിൻ D2 വൈറ്റമിൻ D3. അതുപോലെയാണ് നമ്മൾ ടൈപ്സ് ആൻഡ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ കെയുടെ സോഴ്സ് നമ്മൾ പഠിച്ചത്. വൈറ്റമിൻ K എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. K1, K2, then K3. അതിനകത്ത് K1 ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്, അതിന്റെ സയന്റിഫിക് നെയിം ആണ് നമ്മൾ പഠിച്ചത് ഫില്ലോക്കിനോ. K2ന്റെ സയന്റിഫിക് നെയിം ആണ് മെനാക്കിനോ. ദെൻ അടുത്തത് മെന തന്നെയാണ്, ഡയോൺ ആണ്. ഇത് സിന്തറ്റിക് ഫോം ആണെന്ന് ഓർത്തു വെക്കാം. കെയുടെ സിന്തറ്റിക് ഫോം ആണ് ഏതെന്ന് പറയുന്നത് മെനാഡയോൺ അല്ലെങ്കിൽ K3 എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ K1ഉം K2 മാത്രമേ പഠിക്കാറുള്ളൂ, കാരണം അത് നാച്ചുറൽ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാം. മറ്റതൊക്കെ സിന്തറ്റിക് ഫോം ആണ് ഏതെന്ന് പറയുന്നത് മെനാഡയോൺ എന്ന് പറയുന്നത് സിന്തറ്റിക് ഫോം ആണ്. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, മെനാഡയോൺ സോഡിയം ബൈസൾഫേറ്റ്, ദെൻ മെനാഡയോൺ നിക്ടമേറ്റ് ബൈസൾഫൈറ്റ്. ഇതാണ് അതിന്റെ ഫോംസ് എന്ന് പറയുന്നത്, സിന്തറ്റിക് ഫോംസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഫില്ലോക്കിനോൺ എന്ന് പറയുന്ന ലീഫി ഗ്രീൻ വെജിറ്റബിൾസിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് സ്പിനാക്, ബ്രസേക്ക ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ചീരയ്ക്ക് അകത്തൊക്കെ വരുന്ന ഓപ്ഷനാണ്. ദെൻ ചില ഫ്രൂട്ട്സ്, അവക്കോഡോ പോലത്തെ ഫ്രൂട്ടിലും ഏതുണ്ട്, ഫില്ലോക്കിനോൺ ഉണ്ട്, K ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളിൽ കാണുന്നത് K2 ആണ്. മെനാക്കിനോൺ, അതാണ് ഈ കോളനിക് ബാക്ടീരിയ എന്ന് എഴുതിയത്. അതിനകത്ത് മെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നതാണ് സ്റ്റാഫ് ഓറിയസ് അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയാം. പിന്നെ മുട്ടയിലും ഫെർമെന്റഡ് ആയിട്ടുള്ള സോയാബീൻ, അതിന് നാറ്റോ എന്നാണ് പറയുക. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇതൊന്നും നോക്കണ്ട. ചിക്കൻ മീറ്റ്, ചീസിൽ ഇതിലൊക്കെ ഉണ്ട്. ഇവിടെ കോളോണിക് ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, ഏതാണ് K2 ഫോം ആണ്. ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ